വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ജനിതക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ലെസണാണ് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10 അതായത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിലെ ലാസ്റ്റ് ലെസണാണ് കേട്ടോ. 6th ലെസണാണ് ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഈ ഒരു ക്ലാസ്സിൽ നമ്മളുടെ ഓൾഡ് SCERTയിൽ നാളെയുടെ ജനിതകം എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട് 10th സ്റ്റാൻഡേർഡിൽ. അതിലെ കണ്ടൻറ്റ് തന്നെ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള കണ്ടൻറ്റ് കൂടെ ചേർത്താണ് നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ കുറേ തിയറട്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് വായിച്ച് പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനൊന്നുമില്ല, കുറേ കാര്യങ്ങൾ വായിച്ചറിയാനുള്ള ഒരു ലെസണാണ്. ലെസൻ്റെ പേരൊന്നുകൂടി പറയാം, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. അപ്പോൾ ആദ്യം ജനിതക വിപ്ലവം എന്ന് പറഞ്ഞൊരു ഹെഡിൽ തന്നിരിക്കുകയാണ്. ജനിതക സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ അതിവേഗം അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു. അപ്പോൾ ജനിതക വിപ്ലവം എന്ന് പറയുമ്പം ആ വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുള്ള കുറേ ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് മൃഗങ്ങളെ കശാപ്പ് ചെയ്യാതെ തന്നെ മാംസം നമുക്ക് കഴിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു കണ്ടെത്തൽ. അതെങ്ങനെയാണ്? അതായത് മൃഗങ്ങളിൽ നിന്ന് വിത്ത് കോശങ്ങൾ ശേഖരിച്ചിട്ട് സ്റ്റെം സെൽസ് ശേഖരിച്ച് അത് വിവിധ പ്രക്രിയകളിലൂടെ ലാബിൽ വെച്ച് കൃത്രിമമായിട്ട് ഇറച്ചി ഉൽപ്പാദിപ്പിക്കുകയാണ്. USA-യിലും ഇസ്രായേലിലും സിംഗപ്പൂരിലുമൊക്കെ ഇങ്ങനെ നിർമ്മിക്കപ്പെട്ട ഇറച്ചി വിപണിയിൽ ലഭ്യമാണ്. അതൊരു എക്സാമ്പിളാണ്. കൂടാതെ മറ്റ് 1-2 എക്സാമ്പിൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. നോക്കിയേ, ജീൻ എഡിറ്റിംഗ് നടത്തിയിട്ട് ജന്മനാ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടു കഴിഞ്ഞു. ഫംഗസ് രോഗത്തെ ജന്മനാ പ്രതിരോധിക്കുന്ന തക്കാളിച്ചെടി പോലുള്ള നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനാകും. രാസ കീടനാശിനികൾ പഴങ്കഥയാകാൻ ഇനി അധിക കാലം വേണ്ട. ഓക്കെ, അപ്പോൾ ആദ്യം മാംസത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, സസ്യങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നീട് വരുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റാണ്. കേരളത്തിൽ 2020 നടന്ന ഒരു കൊലപാതകത്തിൽ മൃതദേഹം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ കാറിൽ നിന്ന് ഒരു മുടി കഷ്ണം ലഭിച്ചു. അതിലെ DNA വിശകലനം ചെയ്ത് കൊലപാതകിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. കോടതി ശിക്ഷയും വിധിച്ചു. അപ്പോൾ ഇതാണ് ജനിതക വിപ്ലവം എന്ന ഏരിയയിൽ നമുക്ക് 2-3 എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, കണ്ടോ, ആദിമ മനുഷ്യൻ മുതൽ AI ടെക്നോളജി വരെയുള്ള ഒരു ഡെവലപ്മെൻ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസം എന്ന് പറഞ്ഞിട്ട് നോക്കിക്കോളൂ, ഇവിടെ വായിച്ചോളൂ. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്ന പുരാതന മനുഷ്യരിൽ നിന്ന് ജൈവ സാങ്കേതിക വിദ്യയുടെയും ജനിതക ശാസ്ത്രത്തിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും ആധുനിക യുഗത്തിലേക്ക് മനുഷ്യരാശി എത്തി നിൽക്കുന്നു. തീയുടെ ഉപയോഗം, കൃഷിയുടെ ആരംഭം, സാമൂഹിക ജീവിതം, മൃഗങ്ങളെ മെരുക്കൽ തുടങ്ങിയവയിൽ നിന്ന് കോശവിജ്ഞാനീയം, ജീനുകൾ, DNA വിശകലനം, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ വലിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യർ അറിവിൻ്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രീകരണത്തിൽ കാണുന്നത് പോലെ ആദിമ മനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്കും അവിടെ നിന്ന് ജൈവ സാങ്കേതിക വിദ്യയുടെയും ഇതര സാങ്കേതിക വിദ്യകളുടെയും നിർമ്മിത ബുദ്ധികളുടെയും ഉന്നതിയിലേക്ക് മനുഷ്യൻ ചുവടുവയ്ക്കുന്നു. അതിലൂടെ പരിസ്ഥിതി സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, കൃഷി, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിലെല്ലാം വൻ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ആ ഭാഗത്തൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. ഇനി വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, PSCക്ക് ആവശ്യമായിട്ടുള്ളത്. നോക്കാം. ജൈവ സാങ്കേതിക വിദ്യയും ജനിതക എഞ്ചിനീയറിങ്ങും. ഓക്കെ, നോക്കാം. മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ ജീവികളെയോ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി. എന്താണ്? മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ജീവികളെ അല്ലെങ്കിൽ അവയുടെ ശരീരഭാഗങ്ങളെയോ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ, അതിനെയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. DNA ഘടന കണ്ടെത്തിയതോടെ ജൈവ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് വേഗത കൂടിയെന്ന് പറയാം. അപ്പോൾ മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ജീവികളെ അല്ലെങ്കിൽ അവയുടെ ശരീരഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ജനിതക എഞ്ചിനീയറിംഗ് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് നോക്കിയേ.
ജീനുകളെ കൂട്ടിച്ചേർത്തോ നീക്കം ചെയ്തോ ജീവികളിൽ അഭിലഷണീയമായ സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ്? ജീനുകളെ കൂട്ടിച്ചേർത്തോ, ഒന്നുകിൽ ജീനുകളെ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ അവയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീക്കം ചെയ്ത് ജീവികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു സാങ്കേതിക വിദ്യ, അതാണ് ജനിതക എഞ്ചിനീയറിംഗ്. ഇതൊക്കെ ഓൾഡ് SCERT നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇതിനു വേണ്ടിയിട്ട് ജനിതക എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ചില സാങ്കേതിക വിദ്യകളാണ് ഇതാ നോക്കിക്കോളൂ, റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഈ ന്യൂ ടേം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇതൊന്നും ഓൾഡ് SCERTയിൽ ഇല്ല. അപ്പോൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ജനിതക എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന കുറേ സാങ്കേതിക വിദ്യകളാണ്. അതിലൊന്നാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ട് റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. മനസ്സിലാകുന്നുണ്ടോ? ഒന്നോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർക്കുക, എന്നിട്ട് അതിനെ നമുക്ക് എന്ത് പറയാം? റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയാം. ഓക്കെ, ഒന്നോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുക. ആ റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുന്ന ജൈവ സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അവിടെ നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. ജനിതക കത്രിക ഏതാണ്? ഒരു ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതായിരുന്നു അങ്ങനെ അല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ് ജനിതക കത്രിക. ഇത് നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കും. അപ്പം നിർദ്ദിഷ്ട ജീനിനെ മുറിച്ചെടുക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം അല്ലെങ്കിൽ ജനിതക കത്രിക എന്ത് ചെയ്യും? 2 DNA ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ലിഗേസ് എന്ന് പറയുന്ന ജനിതക പശ, പിന്നെയോ ജീനുകളെ വഹിക്കുന്ന വെക്ടേഴ്സ് ഉണ്ട്, റീകോമ്പിനന്റ് DNA പ്രവേശിപ്പിക്കുന്ന ആതിഥേയ കോശം എന്നിവയാണ് ഏതിൽ വരുന്നത്? റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പോൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പരിചയപ്പെടണം, പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നു എന്ന് മനസ്സിലാക്കണം. ആദ്യം റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് എന്ത് ഫോം ചെയ്യും? റീകോമ്പിനന്റ് DNA ഫോം ചെയ്യും, രൂപപ്പെടുത്തും. അപ്പോൾ ആ ഒരു സാങ്കേതിക വിദ്യ, അങ്ങനെ റീകോമ്പിനന്റ് DNA രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ DNA ഭാഗങ്ങളിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ജനിതക കത്രിക വേണം. അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഇവിടെ ആവശ്യമുണ്ട്. അതുപോലെ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യണം? വിളക്കി ചേർക്കണമല്ലോ, കൂട്ടിച്ചേർക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ജനിതക പശയായിട്ടുള്ള ലിഗേസ് എന്ന എൻസൈം വേണം. പിന്നെ ഈ ജീനുകളെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടേഴ്സ് വേണം, വാഹകർ വേണം. പിന്നെ റീകോമ്പിനന്റ് DNA പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റ് സെല്ല് വേണം, ഒരു ആതിഥേയ കോശം വേണം. പിന്നെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, അതുപോലെ ചില വൈറസുകൾ എന്നിവയാണ് സാധാരണയായിട്ട് വെക്ടേഴ്സായിട്ട്, വാഹകരായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പ്ലാസ്മിഡിനെ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയാണ് വെക്ടേഴ്സായിട്ട് സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡ് മാത്രമല്ല, ചില വൈറസുകളെയും എന്ത് ചെയ്യാറുണ്ട്? ജീൻ വാഹകരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണ്? അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം, ലിഗേസ് എന്ന എൻസൈം, വാഹകർ, അതുപോലെ തന്നെ ഹോസ്റ്റ് സെൽസ് ഒക്കെയാണ് വേണ്ടത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം റീകോമ്പിനന്റ് DNA ടെക്നോളജി പ്രകാരം എങ്ങനെയാണ് ഒരു റീകോമ്പിനന്റ് DNA ഫോം ചെയ്യുന്നതെന്നുള്ള ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, മനുഷ്യരിലെ DNA, ആ മനുഷ്യരിലെ DNAയിൽ നിന്ന് അഭിലഷണീയമായിട്ടുള്ള ജീനിനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, വാഹകരായിട്ടുള്ള പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു നിശ്ചിത ഭാഗം അവിടുന്ന് മുറിച്ച് മാറ്റിയിട്ട് മനുഷ്യരിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ള ആ DNAയുടെ ഭാഗം അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ മുറിച്ച് മാറ്റുന്നു, ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. മുറിച്ച് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. വിളക്കി ചേർക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് ലിഗേസ് എന്ന ജനിതക പശ. ഓക്കെ, അപ്പോൾ മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർത്തു. എന്നിട്ട് എന്താ ചെയ്തത്? മനുഷ്യ ജീൻ ഉൾച്ചേർത്ത പ്ലാസ്മിഡിനെ ആതിഥേയ കോശം, ഹോസ്റ്റ് സെല്ലിലേക്ക് പ്രവേശിപ്പിച്ചു. അങ്ങനെ ഉൾച്ചേർത്ത ജീനുകൾ കോശത്തിൽ പ്രവർത്തന സജ്ജമാവുന്നതോട് കൂടിയിട്ട് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്നത് എന്താണ്?
ക്രിസ്പർ സാങ്കേതിക വിദ്യ. ക്രിസ്പർ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്പർ കാസ്9 കാര്യമൊക്കെ നമ്മൾ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആർക്കാണ് ആ ഒരു നൊബേൽ പ്രൈസ് കിട്ടിയ 2 ആളുകളുടെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ക്രിസ്പർ. അതിസൂക്ഷ്മതയോട് കൂടിയിട്ട് DNA എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ. അതിസൂക്ഷ്മതയോട് കൂടിയിട്ട് DNA എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ക്രിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ആരെല്ലാമാണെന്ന് അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയണം. അവരുടെ ആ ഒരു കണ്ടെത്തലിനാണ് എന്ത് ചെയ്തത്, നൊബേൽ പ്രൈസ് കിട്ടിയത് 2020 അല്ലേ, 2020 തോന്നുന്നു. ഓക്കെ, അപ്പോൾ വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയത്. വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ കണ്ടെത്തിയത്. ഇതിൽ ക്രിസ്പർ കാസ്9 എന്നാണ് നമ്മൾ പറയാറ്. ഇതിൽ കാസ്9 എന്ന ഒരു എൻസൈമാണ് DNA മുറിക്കാൻ കത്രികയായി ഉപയോഗിക്കുന്നത്. മുറിക്കേണ്ട DNA ഭാഗം കാണിച്ചു തരുന്ന ഒരു RNAയും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ആ ഒരു മുറിക്കേണ്ട DNA ഭാഗം കാണിച്ചു തരുന്ന RNAയാണ് ഗൈഡഡ് RNA എന്ന് പറയുന്നത്, gRNA. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്, വൈറസുകളെ പ്രതിരോധിക്കാൻ ബാക്ടീരിയകൾ ഉപയോഗിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിൽ നിന്നാണ് ക്രിസ്പർ സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തിയത്. ഇതിൽ എന്തുണ്ട്, കാസ്9 എന്നൊരു എൻസൈം. ഈ കാസ്9 എന്നൊരു എൻസൈമാണ് DNA മുറിക്കാൻ വേണ്ടിയിട്ട് കത്രികയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുറിക്കേണ്ട DNAയുടെ ഭാഗം ഗൈഡ് ചെയ്തു തരുന്ന RNA ആണ് എന്ത് പറയുന്നത്, ഗൈഡഡ് RNA എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഇമേജാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, ക്രിസ്പർ സാങ്കേതിക വിദ്യയുടെ ഇമേജ്. അതായത് ലക്ഷ്യഭാഗം ആദ്യം തിരിച്ചറിയുന്നു, ഐഡന്റിഫൈങ് ദ ടാർഗറ്റ്. അപ്പോൾ എന്താണ്, ഗൈഡഡ് RNA gRNA കൃത്യമായി മുറിക്കേണ്ട DNA ഭാഗം കണ്ടെത്തുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ മുറിക്കേണ്ട ഭാഗം കാസ്9 എൻസൈം എന്താ ചെയ്യുന്നത്, ആ മുറിക്കേണ്ട ഭാഗം കട്ട് ചെയ്യുന്നു. എന്നിട്ടോ അത് എഡിറ്റ് ചെയ്യുന്നു. ഒരു ജീവിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആവശ്യമായ രീതിയിൽ DNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം എഡിറ്റ് ചെയ്യുന്നു. അതിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കാനോ പുതിയ ഗുണം ചേർക്കാനോ സാധിക്കും. എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്രിസ്പർ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യേണ്ട ഭാഗം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഗൈഡഡ് RNA, ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഗൈഡഡ് RNA ആണ്. എന്നിട്ട് എന്തുപയോഗിക്കുന്നു, കാസ്9 എന്ന എൻസൈം ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ആ കട്ട് ചെയ്യേണ്ട ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ശേഷം അവിടെ എഡിറ്റിംഗ് ചെയ്യുന്നു. ആ ഒരു എഡിറ്റിങ്ങിലൂടെ ആവശ്യമില്ലാത്ത ഗുണം നീക്കം ചെയ്യാനോ പുതിയ ഗുണം ഇൻസേർട്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ക്രിസ്പർ സാങ്കേതിക വിദ്യ ഓർക്കുക, അവിടെ ഗൈഡഡ് RNAയുടെ റോൾ എന്താണ്, കാസ്9 എൻസൈമിൻ്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, GMOs എന്ന് പറയും, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് നോക്കാം. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയ സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും ഉണ്ട്. ഇവയെ ജനിതക മാറ്റം വരുത്തിയ ജീവികൾ അല്ലെങ്കിൽ GMOs എന്ന് വിളിക്കുന്നു. മിക്കവാറും എക്സാമിന് നമുക്ക് GMOs എന്നായിരിക്കും തരിക. അപ്പോൾ നമുക്കത് അറിയാത്തൊരാൾക്ക് എന്താണ് ഈ GMO എന്ന് കേട്ട് അന്തം വിടും അല്ലേ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഇനി നമുക്കിത് ഇവിടെ ഒരു ബോക്സ് തന്നിരിക്കുന്നുണ്ടോ, ഈ GMOsനെ കുറിച്ചാണ്. അപ്പോൾ ജീവി വിഭാഗം, അവരുടെ സവിശേഷത, ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള ജീവികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളെ നമുക്ക് ആദ്യം നോക്കാം. അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളിൽ എന്തായിരിക്കും, അവരിൽ കീടപ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. അതുപോലെ കളനാശിനി സ്വഭാവം ഉണ്ടായിരിക്കും, പോഷക സമൃദ്ധമായിരിക്കും, വൈറസിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കീടപ്രതിരോധ ശേഷിയുള്ള ഒരു സസ്യമാണ് BT കോട്ടൺ. ഓക്കെ, BT കോട്ടൺ. കളനാശിനി പ്രതിരോധം സോയാബീൻ, പോഷക സമൃദ്ധം ഗോൾഡൻ റൈസ്, വൈറസ് പ്രതിരോധം RSV പ്രതിരോധ പപ്പായ. എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മാച്ച് ചെയ്യാനൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഈ ഒരു ഭാഗത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് സസ്യങ്ങളുടെ കാര്യം പറഞ്ഞു. അവിടെ കീടപ്രതിരോധ ശേഷിയുള്ള BT കോട്ടനും കളനാശിനി പ്രതിരോധമുള്ള സോയാബീനും അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ഗോൾഡൻ റൈസ്, വൈറസ് പ്രതിരോധ ശേഷിയുള്ള RSV പ്രതിരോധ പപ്പായയുമാണ് നമുക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ഇനി ജന്തുക്കളുടെ കേസിലേക്ക് വരുമ്പോൾ എന്താണ് വേഗത്തിൽ വളർച്ച, രോഗപ്രതിരോധം, ഉയർന്ന ഉൽപാദനക്ഷമതയുമുള്ള സാൽമൺ മത്സ്യമാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. പിന്നെ ഫ്ലൂറസൻ സവിശേഷതയുള്ള ഗ്ലോ ഫിഷിൻ്റെ കാര്യവും പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സൂക്ഷ്മ ജീവികൾ, ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. മാലിന്യങ്ങളെ വിഘടിപ്പിക്കാനുള്ള ശേഷി, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. മാലിന്യങ്ങളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മ ജീവികളും ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൽ വരുന്നുണ്ട്. അവിടെ സ്യൂഡോമോണസ് പുട്ടിഡ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. പിന്നെ ഇൻസുലിൻ ഉൽപാദക ശേഷിയുള്ള ഈ കോളി ബാക്ടീരിയ, അതുപോലെ ഫെർമെൻറ്റേഷൻ ശേഷിയുള്ള ബേക്കേഴ്സ് ഈസ്റ്റ്, അതുപോലെ മികച്ച നൈട്രജൻ സ്ഥിരീകരണ ശേഷിയുള്ള റൈസോബിയം ബാക്ടീരിയയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഈ ചോദ്യം വരുമെന്നുള്ളത്? അപ്പോൾ GMOs, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസിൽ കുറേ സസ്യങ്ങൾ, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുമ്പോൾ മറ്റുള്ള സസ്യങ്ങളെ, ഓർഡിനറി സസ്യങ്ങളെ അപേക്ഷിച്ച് അവയ്ക്കുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും, സസ്യങ്ങൾ പറഞ്ഞു, ജന്തുക്കൾ പറഞ്ഞു, സൂക്ഷ്മജീവികളും പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇവിടെ ജീനുകളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെ എന്നതിനെ പറ്റിയും ജനിതക മാറ്റം വരുത്തിയ ജീവികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. ഓരോ സ്വഭാവത്തിനും കാരണമായ ജീനുകൾ, അവയുടെ സ്ഥാനം എന്നിവ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത്. മനുഷ്യ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തിയത് എങ്ങനെയാണ്? നൽകിയിരിക്കുന്ന വിവരണം സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് ആക്കാനാണ് പിള്ളേരോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് നോക്കാം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, HGP, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നോക്കാം. ജീനുകളാണ് നമ്മുടെ സ്വഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ് ജീനോം. ഇത് നമ്മൾ ഓൾഡ് CRTയിൽ പറഞ്ഞ ഭാഗമാണ് കേട്ടോ. ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ് ജീനോം എന്ന് പറയുന്നത്. മനുഷ്യരിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീനോമിൽ ഏകദേശം 300 കോടി DNA ബേസ് ജോഡികളുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. എന്താ പറഞ്ഞത്? ജീനുകളാണ് നമ്മുടെ സ്വഭാവത്തെയും പ്രവർത്തനത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെയോ ഒരു ജീവിയുടെ ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ് എന്ത് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ജീനോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ജീനോമിൽ ഏകദേശം എത്രയാ? 300 കോടി DNA ബേസ് ജോഡികളുണ്ട് എന്നാണ് പറയുന്നത്. DNA ബേസ് ജോഡികൾ 300 കോടിയുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം. മനുഷ്യ ജീനോമിലെ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1990 ആരംഭിച്ച് 2003 പൂർത്തിയായ ഒരു വലിയ ആഗോള ശാസ്ത്രീയ സംരംഭമായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്? മനുഷ്യ ജീനോം പദ്ധതി അല്ലെങ്കിൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 1990 ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് മാത്രമാണ് നമ്മളുടെ ഓൾഡ് CRTയിലുള്ളത് അല്ലേ. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. 1990 ആരംഭിച്ച് 2003 പൂർത്തിയായ ഒരു വലിയ ആഗോള ശാസ്ത്രീയ സംരംഭമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെങ്കിൽ മനുഷ്യ ജീനോം പദ്ധതി എന്ന് പറയുന്നത്. DNAയിലെ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന ജീൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യയാണ് ഇതിന് സഹായകമായത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് സാങ്കേതിക വിദ്യ. ഈ പ്രോജക്റ്റിലൂടെ താഴെ പറയുന്ന വസ്തുതകൾ കണ്ടെത്തി. എന്തൊക്കെയാണ്? മനുഷ്യ ജീനോമിലെ 300 കോടി ബേസ് ജോഡികളുടെ കൃത്യമായ ക്രമം കണ്ടെത്തി. അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് HGP ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ്റെ ജീനോമിലെ 300 കോടി ബേസ് ജോഡികളുടെ കൃത്യമായ ക്രമം കണ്ടെത്തി. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിൽ ഉള്ളത്. അതായത് നമ്മുടെ ഓൾഡ് CRTയിൽ 24,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 24,000 സജീവ ജീനുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിൽ ഉള്ളത്. മനുഷ്യ ജീനോമിൻ്റെ ഏകദേശം 1 to 2% മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ.
അതായത് മനുഷ്യ DNA ഭൂരിഭാഗവും എന്താണ്? ജങ്ക് ജീനുകളാണ്, പ്രവർത്തന രഹിതമായിട്ടുള്ള ജീനുകളാണ്. അപ്പം മനുഷ്യ ജീനോമിൻ്റെ ഏകദേശം 1-2% മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ വളരെ കുറവാണ്, 1-2% മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ ബാക്കിയുള്ള വലിയ ഭാഗവും എന്താണ്? നിർജീവമായിട്ടുള്ള ജീനുകളാണ്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ്. അവയെയാണ് ജങ്ക് ജീനുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജങ്ക് DNA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ യഥാർത്ഥ ധർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ, ഈ ജങ്ക് ജീനുകൾ ഇത്ര അധികം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ധർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓൾഡ് SCERT-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 24,000 സജീവ ജീനുകളുണ്ട്, അതിൽ ഭൂരിഭാഗവും ജങ്ക് ജീനുകളാണ്. പിന്നെ എന്താണ്? മനുഷ്യ ജീനോമിൽ 200ഓളം ജീനുകൾ ബാക്ടീരിയയുടേതിന് സമാനമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ മനുഷ്യർ തമ്മിൽ എത്രയാണ്? 0.2% മാത്രമാണ് DNA വ്യത്യാസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഫൈനൽ റിസൾട്ടാണ് പറയുന്നത്. മനുഷ്യനിലെ ജീനോമിൻ്റെ 300 കോടി ബേസ് ജോഡികളുടെ കൃത്യമായ ക്രമം കണ്ടെത്തി. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് മനുഷ്യരിലുള്ളത്. മനുഷ്യ ജീനോമിൻ്റെ ഏകദേശം 1-2% മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ. ബാക്കി നിർജീവമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളെ ജങ്ക് ജീനുകൾ എന്നാണ് വിളിക്കുന്നത്. ജീനോം എന്തായിരുന്നു? ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെയാണ് ജീനോം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗം ജീൻ തെറാപ്പിയെ കുറിച്ചാണ് കേട്ടോ. ജീൻ തെറാപ്പി. ഇപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്ക് തകരാറുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരും. നമ്മുടെ ശരീരത്തിലെ ജീനുകൾക്ക് തകരാറുണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജനിതക രോഗങ്ങൾ വരും അല്ലേ? അപ്പോൾ തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്തിട്ട് പകരം പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ കോശങ്ങളിൽ എത്തിച്ചിട്ട് ആ രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ഈ ജനിതക രോഗങ്ങൾക്ക് കൃത്യമായിട്ടൊരു മരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ജീൻ തെറാപ്പിയാണ് അതിന് ഏറ്റവും നല്ല ഒരു ചികിത്സ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ജീനുകൾ തകരാറിലാവുമ്പോൾ നമുക്ക് പല ജനിതക രോഗങ്ങളും വരും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ, അതെങ്ങനെ മറികടക്കാം എന്നുള്ളൊരു സൊല്യൂഷനാണ് എന്ത്? തകരാറുള്ള ജീനുകളെ നീക്കം ചെയ്തിട്ട് പകരം എന്ത് ചെയ്യാം? പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ കോശങ്ങളിലേക്ക് എത്തിച്ചിട്ട് രോഗങ്ങൾക്ക് ചികിത്സ നൽകുക. അപ്പോൾ അങ്ങനെ ആ രോഗങ്ങളെ ചികിത്സിക്കുന്ന രീതിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഹീമോഫീലിയ, അതുപോലെ സിക്കിൾ സെൽ അനീമിയയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമാണ്. ഈ രോഗത്തിന് മുൻപ് എന്തില്ലായിരുന്നു? ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇല്ലായിരുന്നു. എന്നാൽ സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായും മാറ്റുന്നതിനായിട്ടുള്ള ജീൻ തെറാപ്പി ചികിത്സയ്ക്ക് WHO ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി കഴിഞ്ഞു. രോഗിയുടെ വിത്ത് കോശങ്ങളിൽ നിന്ന്, രോഗിയുടെ സ്റ്റെം കോശത്തിൽ നിന്ന് ജനിതക മാറ്റം, നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്റ്റെം സെൽസ് ആകുമ്പോൾ നമുക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് അല്ലേ? അപ്പോൾ രോഗിയുടെ വിത്ത് കോശങ്ങളിൽ ജനിതക മാറ്റം വരുത്തിയിട്ട് ശരീരത്തിലേക്ക് തിരികെ നിക്ഷേപിക്കുന്നതിനാൽ ഈ ചികിത്സാ രീതിയെ ജീൻ തെറാപ്പി എന്നും അതുപോലെ തന്നെ സ്റ്റെം സെൽ തെറാപ്പി എന്നും വിശേഷിപ്പിക്കാം. അപ്പോൾ സ്റ്റെം സെൽ തെറാപ്പി എന്താണ്? ഈ ജീൻ തെറാപ്പി തന്നെയാണ് എന്ത്? സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ്? പാരമ്പര്യ രോഗമായിട്ടുള്ള സിക്കിൾ സെൽ അനീമിയയ്ക്ക് മുൻപ് എന്തില്ലായിരുന്നു? ഫലപ്രദമായ ചികിത്സകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരുപാട് വളർന്നു. ജീൻ തെറാപ്പി വന്നതോട് കൂടിയിട്ട് സിക്കിൾ സെൽ അനീമിയ പോലുള്ള അസുഖങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും. അതിനുള്ള ചികിത്സയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത്? രോഗിയുടെ വിത്ത് കോശങ്ങളിൽ ജനിതക മാറ്റം വരുത്തിയിട്ട് അത് തിരികെ ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ അത് സ്റ്റെം സെൽസിനെയാണ് അല്ലേ? സ്റ്റെം സെൽസ് വെച്ചിട്ടാണ് തെറാപ്പി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. സ്റ്റെം സെൽ തെറാപ്പി എന്നും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരു വ്യക്തിക്ക് തെറാപ്പി കൊടുക്കുന്നതെന്നുള്ളതാണ്. നോക്കിക്കേ, ഒരു വ്യക്തിയിൽ നിന്ന് എന്താ ചെയ്യുന്നത്? രക്തകോശങ്ങളെ രൂപപ്പെടുത്തുന്ന വിത്ത് കോശങ്ങൾ ശേഖരിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യുക. എന്നിട്ട് വൈറസിനെ വാഹകരായി ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനിനെ വിത്ത് കോശങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെയോ ജീൻ ഇൻസേർട്ട് ചെയ്ത വിത്ത് കോശങ്ങളെ വീണ്ടും തിരിച്ച് ആ രോഗിയിലേക്ക് തന്നെ കടത്തിവിടുന്നു. മനസ്സിലായോ? ഇതാണ് സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അസുഖം ബാധിച്ച ഒരാളെ, ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോലുള്ള അസുഖം ബാധിച്ച ഒരാളിൽ നിന്ന് വിത്ത് കോശങ്ങൾ ശേഖരിക്കുകയും വൈറസിനെ വാഹകരായി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ വിത്ത് കോശങ്ങളിലേക്ക് ഇൻസേർട്ട് ചെയ്യിക്കുന്നു. എന്നിട്ട് ഈ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വിത്ത് കോശങ്ങളെ വീണ്ടും രോഗിയിലേക്ക് കടത്തിവിടുക. ഇതാണ് സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി എങ്ങനെ? ഇവിടെ ഒരു ബോക്സ് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം.
സൊമാറ്റിക് ജീൻ തെറാപ്പിയിലൂടെ ആരോഗ്യമുള്ള ജീനുകളെ കോശത്തിൽ എത്തിക്കുന്നു. ഉദാഹരണം പേശി, കരൾ, രക്തകോശങ്ങൾ. ഈ ചികിത്സാ രീതിയുടെ ഫലം ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയിൽ മാത്രമായിരിക്കും. അതായത് ജീൻ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. എന്നാൽ ജേം ലൈൻ ജീൻ തെറാപ്പിയിൽ ജീനുകളെ പ്രത്യുൽപാദന കോശങ്ങളിലേക്ക് മാറ്റുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ജനിതക മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് ധാർമ്മികവും സാമൂഹികവുമായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുമ്പം ഏത് വ്യക്തിക്കാണോ അസുഖം ബാധിച്ചിട്ടുള്ളത് ആ വ്യക്തിയെ മാത്രമാണ് തെറാപ്പി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പാരമ്പര്യ രോഗമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഈ സിക്കിൾ സെൽ അനീമിയ ഒരു പാരമ്പര്യ രോഗമാണെന്ന്. അപ്പോൾ അത് നെക്സ്റ്റ് തലമുറയിലേക്ക് അതിന് യൂസ് ഇല്ല. ഈ ഒരു ചികിത്സിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ് ആ ഒരു അസുഖം മാറുകയുള്ളൂ. അപ്പോൾ ഇവിടെ മറ്റൊരു തെറാപ്പിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ജേം ലൈൻ ജീൻ തെറാപ്പിയിൽ ജീനുകളെ പ്രത്യുൽപാദന കോശങ്ങളിലേക്ക് മാറ്റുന്നു. ഈ രീതിയിൽ ഉണ്ടാകുന്ന ജനിതക മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ഇനി ഇവിടെ ഒരു ബോക്സിൽ ഇപ്പുറത്ത് തന്നിരിക്കുന്ന കണ്ടോ, ആരോഗ്യ മേഖലയിൽ ജീൻ തെറാപ്പിയിലെ പോലെ മറ്റു മേഖലകളിലും ജനിതക സാങ്കേതിക വിദ്യ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കുറ്റാന്വേഷണ രംഗം അല്ലേ. ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പുതിയ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കുറ്റാന്വേഷണ രംഗത്തും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ കണ്ടില്ലേ, ഒരു ഡെഡ് ബോഡി കണ്ടെത്താനായില്ലെങ്കിലും ആ കുറ്റം ചെയ്ത ആളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന മുടിയാണെങ്കിലോ അല്ലെ രക്തമാണെങ്കിലോ അല്ലെ ശരീരത്തിലെ മറ്റ് ദ്രവങ്ങൾ എന്തെങ്കിലും ആണെങ്കിലോ ഉമിനീരാണെങ്കിലോ അതിൻ്റെയൊക്കെ ഒരു അംശം മതി കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ എന്നുള്ളതാണ് പറയുന്നത്. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ അത് സാധ്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇനി എന്തിലേക്കാണ്? DNA ഫിംഗർ പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ എന്താന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒരു ശാസ്ത്രജ്ഞനെ പരിചയപ്പെടാം. ആരാണ്? സർ അലക് ജഫ്രി. ബ്രിട്ടീഷ് ജനിതക ശാസ്ത്രജ്ഞനായിട്ടുള്ള സർ അലക് ജഫ്രി 1984 സെപ്റ്റംബർ 10 ലോസെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് DNA ഫിംഗർ പ്രിന്റിംഗ് കണ്ടുപിടിച്ചു. ഒരു DNA എക്സ്റേ ഫിലിം നിരീക്ഷിക്കുമ്പോൾ വ്യക്തിയുടെ DNA പാറ്റേണുകളിലെ വ്യത്യാസങ്ങൾ അവരെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഓരോ വ്യക്തിക്കും തനതായ ഒരു DNA പാറ്റേൺ ഉണ്ടെന്നും അത് വിരലടയാളം പോലെ അതുല്യമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന പേര് വന്നിട്ടുള്ളത്. DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, ഇനി അപ്പോൾ DNA പ്രൊഫൈലിംഗ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞില്ലേ, DNA പ്രൊഫൈലിംഗ് ആണ് അതിൻ്റെ മറ്റൊരു പേര്. DNA പ്രൊഫൈലിംഗ് ഓരോ വ്യക്തിക്കും എന്തുണ്ട്? തനതായ ഒരു DNA പാറ്റേൺ ഉണ്ട്. അത് വിരലടയാളം പോലെ അതുല്യമാണ് അല്ലെ, വിരലടയാളം പോലെയാണ്. അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിരലടയാളത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും അടുത്തൊരാളുടെ വിരലടയാളം അല്ലേ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. DNA പ്രൊഫൈലിങ്ങിനെ DNA ഫിംഗർ പ്രിന്റിംഗ് എന്നും കൂടി പറയുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി CRT പഠിച്ചതാണ്. ഇനി ഇവിടെ വായിക്കാം. DNA ഫിംഗർ പ്രിന്റിംഗ് എല്ലാ മനുഷ്യരിലും 99.9% DNAയും ഒരുപോലെയാണ്. ബാക്കിയുള്ള 0.1% വ്യക്തികൾ തമ്മിൽ വ്യതിയാനങ്ങൾ കാണപ്പെടുന്നുണ്ട്. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം എന്താണ്? വിശകലനം ചെയ്തുകൊണ്ട് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. എന്താണ്? DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്തുകൊണ്ട് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. അപ്പോൾ ചോദിക്കാം, ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ആണ്, അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് ആണ്. വിരലടയാളം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ പ്രസ്തുത ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. വിരലടയാളം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യാസമായിരിക്കും. ഈ സവിശേഷത വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. വ്യത്യാസങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് പ്രോട്ടീനുകളെ ഉണ്ടാക്കാൻ സഹായിക്കാത്ത ഭാഗങ്ങളിലാണ്. എന്ത് കാണപ്പെടുന്നത്? വ്യത്യാസങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഈ ഭാഗങ്ങളിൽ ചില DNA ശ്രേണികൾ ആവർത്തിച്ച് കാണാറുണ്ട്. ആവർത്തനങ്ങളുടെ എണ്ണത്തിലും ക്രമീകരണത്തിലും വ്യക്തികളിൽ വ്യത്യാസമുണ്ടായിരിക്കും. മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും തമ്മിൽ DNA പാറ്റേണുകൾക്ക് കൂടുതൽ സാദൃശ്യം കാണപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ?
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ വിരലടയാളം പോലെ തന്നെ വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെ പ്രസ്തുത ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിലും ഓരോ വ്യക്തിയിലും എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ സവിശേഷത വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. DNA പാറ്റേണുകളിൽ കൂടുതൽ സാദൃശ്യം കാണിക്കുന്നത് ആരൊക്കെയാണ്? മാതാപിതാക്കളും സന്താനങ്ങളും സഹോദരങ്ങളും ഒക്കെ തമ്മിൽ DNA പാറ്റേണുകളിൽ കൂടുതൽ സാദൃശ്യം കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഇമേജാണ് നമുക്കോട് തന്നിരിക്കുന്നത്. കണ്ടോ, മാതാവ്, പിതാവ്, കുട്ടി, ഒന്നാമത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി. മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ സംശയിക്കപ്പെടുന്ന കുറ്റവാളിയെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്യാം. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് ആരാണ്? അലക്സ് ജെഫ്രി ആണ്. വർഷം 1984 കേട്ടോ. അപ്പോൾ ആ ഒരു വർഷം കൂടി ഓർത്ത് വെച്ചേക്കുക. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? DNA പ്രൊഫൈലിംഗ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് അലക്സ് ജെഫ്രി ആണ്. ഇനി DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദ്യസാധ്യത ഉള്ളൊരു ഭാഗമാണ്. കുറ്റവാളികളെ കണ്ടെത്താൻ, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടും DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാൻ, പിന്നെ ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാൻ, അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനൊക്കെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കാം ആ ഉപയോഗങ്ങൾ. ഏകദേശം 6 പോയിന്റ്സ് ആണുള്ളത്. കുറ്റവാളികളെ തിരിച്ചറിയാനായിട്ട്, ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയാനും പാരമ്പര്യ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാനും, മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ജൈവിക ബന്ധം നിർണ്ണയിക്കാനായിട്ട്, ഫോസിലുകൾ തിരിച്ചറിഞ്ഞ് വംശപരമ്പര മനസ്സിലാക്കാനായിട്ട്, അപകടങ്ങളിലോ ദുരന്തങ്ങളിലോ പെട്ടവരെ തിരിച്ചറിയാൻ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇനി അടുത്തൊരു ഭാഗം, ഓർഗനോയിഡുകളും 3D പ്രിൻറ്റിങ്ങും. ഈ ന്യൂ ടേംസ് ഒക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓർഗനോയിഡുകളും 3D പ്രിൻറ്റിങ്ങും. അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമുക്ക് ന്യൂ SCERTയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പെർസെൻറ്റേജ് കൂടിയും ഓൾഡ് SCERTയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞുമായിരിക്കും വരിക. അപ്പോൾ ഈ ന്യൂ ടേംസിനൊക്കെ നമുക്ക് സാധ്യതകൾ ഏറെയാണ് വരാനായിട്ടുള്ളത്, അല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓർഗനോയിഡുകളും 3D പ്രിൻറ്റിങ്ങും. അപ്പോൾ എന്താണ് ഈ ഓർഗനോയിഡുകൾ എന്നൊക്കെ നോക്കാം. ഓർഗനോയിഡുകൾ എന്നത് ലാബിൽ വളരുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായിട്ടുള്ള ടിഷ്യൂ മാതൃകകളാണ്. ഓക്കെ, അപ്പോൾ വൺ വേർഡായിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ഡാഷ് ആണ് ഇത്, ലാബിൽ വളരുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ഓർഗനോയിഡുകൾ എന്ന് പറയുന്നു. എന്താണ്? ലാബിൽ വളരുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകയാണ് ഓർഗനോയിഡുകൾ. രോഗങ്ങളെ പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. നിലവിൽ ദാതാക്കളുടെ കുറവ്, അണുബാധ, പുതിയ അവയവം നിരസിക്കാനുള്ള ശാരീരിക പ്രവണത എന്നിവ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വെല്ലുവിളിയാണ്, അല്ലേ? നമ്മൾ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം നമ്മൾ പഠിക്കാറുണ്ട്. എന്ത്? ദാതാക്കളുടെ കുറവ് കാരണം, അല്ലേ, ഒരു വൃക്ക കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ദാതാവിനെ കിട്ടാത്ത കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇൻഫെക്ഷൻസ് കാരണം ഈ പുതിയ അവയവം നമ്മുടെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നിരസിക്കാനുള്ള ശരീരത്തിൻ്റെ പ്രവണത, ഇതൊക്കെ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നവയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ മറികടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അവയവങ്ങളുടെ 3D പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ MRI അല്ലെങ്കിൽ CT സ്കാൻ ഉപയോഗിച്ചിട്ട് അവയവങ്ങളുടെ രൂപരേഖകൾ ശേഖരിക്കുന്നു. ഈ രൂപരേഖകളും ബയോ ഇങ്കുകളും, അതായത് ബയോ ഇങ്കുകൾ എന്ന് പറയുമ്പോൾ ജീവനുള്ള കോശങ്ങൾ, മറ്റ് ജൈവ വസ്തുക്കൾ, വളർച്ചാ ഘടകങ്ങളുള്ള ഉൾപ്പെടുന്നവയാണ് ബയോ ഇങ്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രൂപരേഖകളും ബയോ ഇങ്കുകളും 3D പ്രിൻ്ററിലേക്ക് നൽകുന്നു. ബയോ ഇങ്കുകൾ ഉപയോഗിച്ച് 3D ബയോ പ്രിൻ്റർ അവയവ മാതൃകകൾ നിർമ്മിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഭാവിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് ഓർഗനോയിഡുകൾ, എന്താണ് 3D പ്രിൻറ്റിങ്? ഓർഗനോയിഡ് എന്ന് പറയുമ്പോൾ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? രോഗങ്ങളെ പറ്റി പഠിക്കാനും പുതിയ മരുന്നുകൾ പരീക്ഷിക്കാനും പുനരുൽപാദന ചികിത്സകൾ വികസിപ്പിക്കാനും ഒക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ 3D പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പുതിയ അവയവം നമ്മൾ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് ദാതാക്കളുടെ കുറവ്, അണുബാധ, അതുപോലെ തന്നെ ഈ പുതിയ അവയവം ശരീരം നിരസിക്കാനുള്ള ആ ഒരു പ്രവണത, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്
എന്താണ് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. 3D പ്രിന്റിങ്ങിൻ്റെ കാര്യവും അതുപോലെ തന്നെ എന്താണ് ഓർഗനോയിഡുകൾ. പുതിയ ടേംസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് തവണ കേട്ടാലായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് കയറുന്നത്. അപ്പോൾ പല ആവർത്തി ക്ലാസ്സുകളൊന്ന് സ്പീഡിലൊക്കെ ഇട്ട് കണ്ട് പല ആവർത്തി റിവിഷൻ ചെയ്യുമ്പോൾ സെറ്റാവും കേട്ടോ. ജൈവ സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇനി മറ്റു ജീവികളുടെ ജനിതകത്തിൽ അഭിലഷണീയമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഏക ജീവി വർഗം എന്ന് പറയുന്നത് മനുഷ്യരാണ്. മനുഷ്യർക്ക് മാത്രമാണ് അതിന് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ സൂക്ഷ്മജീവികളെ പോലും അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ജൈവ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്നത് സൂക്ഷ്മജീവികളെയാണ്. എന്നാൽ രോഗകാരികളായിട്ടാണ് നമ്മൾ അവയെ കാണുന്നത്. ആ ഒരു മനോഭാവം തിരുത്തപ്പെടണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരം പോലും സൂക്ഷ്മജീവികളുടെ സംരക്ഷണ വലയത്തിലാണ്. സൂക്ഷ്മജീവികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് ആ മൈക്രോബ്സ് എപ്പോഴും രോഗകാരികളാണ് എന്ന ചിന്തയാണ് നമുക്കുള്ളത് അല്ലേ. നമ്മൾ സൂക്ഷ്മജീവികൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് അറിവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ സൂക്ഷ്മജീവികളെ പോലും നമുക്ക് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം? ജനിതക ഘടനയിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് ആരെ ഉപയോഗിക്കാം? സൂക്ഷ്മജീവികളെ ഉപയോഗിക്കാം. ജൈവ സാങ്കേതിക വിദ്യയിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഈ ഒരു സൂക്ഷ്മജീവികളെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് അതിൽ ഈ മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് HMP ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്താണ്? മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരമാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ മൈക്രോബയോം എന്താണ്? മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജീനുകളുടെയും ശേഖരത്തെയാണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആവും? ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസുകൾ തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. ശരീരകോശങ്ങളെക്കാൾ 10 മടങ്ങ് സൂക്ഷ്മജീവികൾ നമ്മുടെ ഉള്ളിലുണ്ട്. രോഗപ്രതിരോധം, ദഹനം, വിറ്റാമിനുകളുടെ നിർമ്മാണം, ആഗിരണം തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ അവ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് വീണ്ടും ഈ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലേക്ക് അത് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ ടേമുകളാകുമ്പോൾ നമുക്കത് പല ആവർത്തി കേട്ടാലാണ് നമ്മളത് പഠിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ മൈക്രോബയോം എന്താണ്? മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ. ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് അങ്ങനെയുള്ള സൂക്ഷ്മജീവികളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു കളക്ഷനാണ് ഈ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു സമൂഹമാണ് എന്ത്? ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രോഗപ്രതിരോധം, ദഹനം, വൈറ്റമിൻസിൻ്റെ പ്രൊഡക്ഷൻ, ആഗിരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് ഈ മൈക്രോബ്സ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയുന്നത് നോക്കിയേ, അവയെക്കുറിച്ചുള്ള അറിവ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? ഈ മൈക്രോബ്സിനെ കുറിച്ച് ഉള്ള അറിവ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ടെന്നും അവയുടെ സഹവർത്തിത്വം ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമാണെന്നും ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് അല്ലെങ്കിൽ HMP തെളിയിച്ചു. രോഗകാരണം രോഗാണു മാത്രമല്ലെന്നും ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങളും രോഗാവസ്ഥയിലേക്ക് നയിക്കുമെന്നും അത് വെളിപ്പെടുത്തി. ഈ അറിവ് രോഗനിർണയത്തിനും ചികിത്സാരീതികൾക്കുമുള്ള പുതിയ വഴികൾ തുറന്നു. വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിന് അനുസരിച്ച് ചികിത്സകൾ ക്രമീകരിക്കുന്നതിനും ഈ പ്രോജക്റ്റ് വലിയ സാധ്യതയാണ് തുറന്നിട്ടത്. എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്? ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്താണ്? 2007 അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന
കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അവയുടെ ഒരു സൊസൈറ്റി, അവയുടെ ഒരു കളക്ഷനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബാക്ടീരിയ, ആർക്കിയ, ഫംഗസ്, വൈറസ്, അങ്ങനെയുള്ള സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട് അല്ലേ. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ? രോഗപ്രതിരോധം, ദഹനം, വൈറ്റമിൻസിന്റെ നിർമ്മാണം, ആഗിരണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഈ NIH ഇതിനെക്കുറിച്ച് ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റിന്റെ ഒരു പഠനം നടത്തിയതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എന്താണ്? മനുഷ്യശരീരത്തിൽ കോശങ്ങൾ മാത്രമല്ല, കോടിക്കണക്കിന് സൂക്ഷ്മജീവികളും അടങ്ങിയിട്ടുണ്ട്. അവയുടെ സഹവർത്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ സുസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താണ്? രോഗകാരണം എന്ന് പറയുന്നത് രോഗാണു മാത്രമല്ല, അതുപോലെ നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ താളക്രമം തെറ്റുന്നതും എന്താണ്? നമുക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണമാണ്. അപ്പോൾ രോഗനിർണയത്തിനും ചികിത്സാ രീതി കണ്ടെത്താനും, അത് ഓരോ വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ചികിത്സാ രീതികൾ കണ്ടെത്താനും രോഗം നിർണ്ണയിക്കാനും ഒക്കെ ഈ ഒരു പ്രോജക്റ്റ് കാരണം ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മലത്തെയും മരുന്നാക്കുന്ന ശാസ്ത്രം, അതായത് നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചിട്ട് വരാം. ഇവിടെ 1-2 ബാക്ടീരിയയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അയ്യേ, മലം മരുന്നോ? നെറ്റിച്ചുളിക്കേണ്ട, സംഗതി ശരിയാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന കോടാനുകോടി സൂക്ഷ്മജീവികളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. അതിൽ മുഖ്യ ഇനം ബാക്ടീരിയകളാണ്. മുഖ്യ ഇനവും ബാക്ടീരിയയാണ്. മരുന്നിനെതിരെ പ്രതിരോധശേഷി നേടിയ കൊളസ്ട്രീഡിയം ഡെസിഫിൽ, ഇവിടെ നോക്കണേ, ഈ ഒരു ബാക്ടീരിയ പേര് നോക്കണം, ക്ലോസ്ട്രീഡിയം എന്നാണ് കേട്ടോ. ക്ലോസ്ട്രീഡിയം ഡെസിഫിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഗുരുതര കുടൽ അണുബാധകൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കുകയില്ല. അപ്പോഴാണ് മലം മരുന്നായി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചികിത്സ ഫലപ്രദമാകുന്നത്. ഈ ചികിത്സയ്ക്കായി ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ദഹനത്തെ സഹായിക്കുന്ന ഉപകാരികളായ ബാക്ടീരിയകളെ ശേഖരിച്ച് അവയെ ക്യാപ്സ്യൂളുകളിലേക്ക് മാറ്റുന്നു. ഇത് പൂപ്പ് പില്ലുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പൂപ്പില്ലുകൾ രോഗിക്ക് നൽകുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം ആളുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത്. ഈ ക്ലോസ്ട്രീഡിയം ഡെസിഫിൽ അണുബാധയെ അത് പ്രതിരോധിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. WHO ഈ പൂപ്പ് ചികിത്സയ്ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ശാസ്ത്രം അതിൻ്റെ രീതിയിലൂടെ പ്രശ്നപരിഹാരത്തിനായി ഏത് വഴിയും സ്വീകരിക്കുമെന്നതിൻ്റെ ഉദാഹരണമാണിത്. അപ്പോൾ നമ്മുടെ എന്താണ് ക്ലോസ്ട്രീഡിയം ഡെസിഫിൽ എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം കുടൽ അണുബാധ ഉണ്ടായി കഴിയുമ്പം ആൻറ്റിബയോട്ടിക്കുകൾ അവിടെ ഫലിക്കുന്നില്ല. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം? ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മലത്തിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന ദഹനത്തിന് ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയകളെ ശേഖരിച്ചുകൊണ്ടുള്ള പൂപ്പ് പിൽസുകൾ തയ്യാറാക്കിയിട്ട് ഈ രോഗബാധിതയുള്ള വ്യക്തിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതെന്താണ്? അദ്ദേഹത്തിനുള്ളിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടുകയും ദഹനത്തെ ഹെൽപ്പ് ചെയ്യുകയും അതുവഴി അദ്ദേഹത്തിന് രോഗമുക്തി നേടാനും സാധിക്കും എന്നുള്ളത്. ഇനി അടുത്തത് എന്താണ്? ബയോ ഇൻഫോർമാറ്റിക്സ്. ഈ ഒരു ഭാഗത്ത് എന്താ പറയുന്നത്? രോഗനിർണയം, മരുന്ന് കണ്ടുപിടുത്തം, ജനിതക എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ജീവശാസ്ത്ര പഠന മേഖലകളിൽ AI പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളെ സംയോജിപ്പിച്ച് ജീവശാസ്ത്ര ദത്തങ്ങളെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ സയൻസ്, ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ്? ബയോളജിക്കൽ ഡേറ്റാസ് ഒക്കെ വിശകലനം ചെയ്യുന്ന നൂതന ശാസ്ത്രശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഇനി ഇവിടെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്താണ്? വലിയ അളവിലുള്ള ജനിതക വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ രോഗനിർണയം, ചികിത്സ എന്താണ്? പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിനും രാസവസ്തുക്കളുടെ ഫലപ്രാപ്തി പ്രവചിക്കുന്നതിനും ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുന്നതിനും. ഇനി വ്യക്തിഗത മരുന്ന് എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയുടെയും ജനിതക ഘടനയും ആരോഗ്യ വിവരങ്ങളും വിശകലനം ചെയ്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സാ രീതികൾ ശുപാർശ ചെയ്യുന്നു. ജീനോം സീക്വൻസിംഗ്, ജനിതക വൈകല്യങ്ങൾ ചികിത്സിക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നു. മലിനീകരണത്തെക്കുറിച്ച് എന്താണ്? വായുജല മലിനീകരണ നിലവാരം പ്രവചിക്കുകയും ലഘൂകരണ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കൃഷി മെച്ചപ്പെടുത്തുന്നതിലോ മണ്ണിൻ്റെ ആരോഗ്യം നിരീക്ഷിക്കുന്നു. വിളകൾക്കുണ്ടാവുന്ന രോഗങ്ങൾ പ്രവചിക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് ജീവശാസ്ത്ര പഠനത്തിൽ AIയുടെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തി പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണത് കേട്ടോ. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. ഇനി ഇവിടെ വരാം. ഇവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിന് ഉതകുന്ന നിരവധി ശാസ്ത്ര സങ്കേതങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചിത്രങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് കുട്ടികൾക്ക് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. എന്താണ്? വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ, വന്യമൃഗ
ട്രാക്കിംഗ് സെൻസർ, അതായത് വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ വന്യജീവി സംരക്ഷകരെയും ഗവേഷകരെയും സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഗോള ജൈവ വൈവിധ്യ ഡാറ്റാ സെൻറ്ററുകൾ എന്താണ്? ഉപഗ്രഹ റിമോട്ട് സെൻസിങ്, ശബ്ദ വിശകലനം, ക്യാമറ ട്രാപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. പിന്നെ അടുത്തതാണ് ക്രയോ പ്രിസർവേഷൻ. എന്താണ് ക്രയോ പ്രിസർവേഷൻ? വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് ക്രയോ പ്രിസർവേഷൻ. അതായത് വളരെ താഴ്ന്ന താപനില എന്ന് പറയുമ്പോൾ -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും സംരക്ഷിക്കുന്ന പ്രക്രിയയാണ്. ജൈവശാസ്ത്രം, കൃഷി, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ദീർഘകാല സംഭരണത്തിനായിട്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഇനി അടുത്തത് ബയോ റെമഡിയേഷനിൽ പറയുന്നത് എന്താണ്? മണ്ണ്, ജലം, വായു തുടങ്ങിയ മലിനമായ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. ഇത് മാലിന്യങ്ങളെ ദോഷകരമല്ലാത്ത സംയുക്തങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ജീവശാസ്ത്രപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ആധുനിക സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഓക്കെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കണ്ടപ്പോൾ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം കൂടി നമുക്ക് വായിക്കാനുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നും വരുന്നില്ല, നോക്കാം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മാനവരാശിയെ പുരോഗതിയുടെ പാതയിലൂടെ അതിവേഗം മുന്നേറാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളും സംജാതമാകുന്നുണ്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തെ ഗുണപരമായി മാറ്റിമറിച്ചിരുന്നു. എന്നാൽ ഇന്ന് മലിനീകരണത്തിന് പ്രധാന കാരണം പ്ലാസ്റ്റിക് ആണ്. അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയായ സമുദ്രത്തെ പോലും വീർപ്പുമുട്ടിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണത്തോടൊപ്പം ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇന്ന് നാം അഭിമുഖീകരിക്കുന്നു. പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടി 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള, അതായത് ഫ്രാൻസിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു പ്രദേശം, ദ ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് തന്നെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ചിത്രത്തിൽ കണ്ടോ, ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ്? പസഫിക് സമുദ്രത്തിൽ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞുകൂടിയിട്ട് 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തിന് പേരിട്ടിരിക്കുന്നത് എന്താണ്? ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് എന്നാണ്. ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും മനുഷ്യരുടെ കൂട്ടായ പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി പോലുള്ള സമ്മേളനങ്ങളും പാരീസ് ഉടമ്പടി പോലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. അതിലൊന്നായ ദിനാചരണങ്ങൾ നിങ്ങൾക്ക് നേരിട്ട അനുഭവമുള്ളതെന്നാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ 2 ഡേറ്റുകൾ പറയുന്നുണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനം, ലോക സമുദ്ര ദിനം ജൂൺ 8. അപ്പോൾ ഈ 2 കാര്യങ്ങളും ജൂൺ 5 ആചരിക്കുന്ന ലോക പരിസ്ഥിതി ദിനവും ജൂൺ 8 ആചരിക്കുന്ന ലോക സമുദ്ര ദിനവും ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറേ ടേംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ്സുകളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വിട്ടുപോകാതെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. താങ്ക്